ReverBeration എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിളിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണല്ലോ ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചു തരുന്ന ക്ലാസ് റൂം കോഡ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ക്ലാസ് റൂമിലേക്കും എൻ്റർ ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചോ അവരവരുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരു ടീച്ചർ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് റൂമിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന അസൈൻമെൻറ്റ്സ്, സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും ഹോംവർക്കുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുവാനുമുള്ള സൗകര്യം ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസ് റൂമിൽ സ്റ്റുഡൻ്റായിട്ട് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ID ഉപയോഗിച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ക്ലാസ് റൂം ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. കമ്പ്യൂട്ടറിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗൂഗിൾ ആപ്ലിക്കേഷൻസിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും സാധാരണ ഉപയോഗിക്കുന്ന ജിമെയിൽ IDയിൽ എല്ലാ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല, സോ ഞാൻ സൈൻ ഇൻ ചെയ്യുന്നു. പാസ്വേഡ് അടിച്ച് നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഇവിടെ നിങ്ങൾ യാതൊരുവിധ ക്ലാസ് റൂമിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു വിൻഡോ ആണ് കാണിക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ് റൂമിലാണോ ജോയിൻ ചെയ്യേണ്ടത് ആ കൺസേൺഡ് ടീച്ചറുടെ കയ്യിൽ നിന്നും ആ ക്ലാസ്സിൻ്റെ കോഡ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അത് വാട്സപ്പ് വഴിയോ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ടീച്ചർ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ആ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാം. ഞാനിവിടെ ഒരു കോഡ് ഉപയോഗിച്ച് ഞാനൊരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഈ പ്ലസ് സിമ്പലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ക്ലാസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നു. ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ് കോഡ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. സോ എനിക്ക് കിട്ടിയ ക്ലാസ് കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്തു, ജോയിൻ കൊടുത്തു. അപ്പോൾ ആ ക്ലാസ് കോഡ് ഏത് ടീച്ചറാണോ നിങ്ങൾക്ക് അയച്ചു തന്നത് ആ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എൻ്റർ ആയി. ഇങ്ങനൊരു വിൻഡോ നമുക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ ഈ 3 ലൈൻസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ക്ലാസ്സിൽ എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഒരേ ഒരു ക്ലാസ്സിലാണ് നിങ്ങൾ എൻ്റർ ആയിരിക്കുന്നത്. +1 സയൻസ് ഫിസിക്സ് എന്നൊരു ക്ലാസ്സിലാണ് എൻ്റർ ആയിരിക്കുന്നത്. അതിൻ്റെ താഴെ സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സിൽ എല്ലാം നിങ്ങൾ ഓണാക്കി ഇടണം. കമൻസ് ചെയ്യാനും വർക്ക് ടീച്ചർ ചെയ്യുന്ന ഫ്യൂച്ചർ വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതെല്ലാം ഓണാക്കിയിടുക. പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതാണ് നിങ്ങളുടെ ക്ലാസ്. ഈ ക്ലാസ്സിൽ ഈ അപ്കമിങ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ എന്തൊക്കെ വർക്കുകളാണ് നിങ്ങൾക്കിനി ഫ്യൂച്ചറിൽ ചെയ്യാനുള്ളത്, ടീച്ചേഴ്സ് അസൈൻ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്കിവിടെ കാണാം. വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂ വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ 2 വർക്കുകളാണ് ഈ ക്ലാസ്സിൽ ആ ടീച്ചർ അസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു അസൈൻമെൻറ്റ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ, ലോസ് ഓഫ് മോഷൻ. ഇങ്ങനെ 2 അസൈൻമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ അസൈൻഡ്, റിട്ടേൺഡ്, മിസ്സിങ് ഇങ്ങനെയുള്ള 3 ഓപ്ഷൻസ് കാണാൻ കഴിയും. ഈ അസൈൻഡ് ആണ് നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക്. റിട്ടേൺഡ് ടീച്ചർ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്ന വർക്കാണ്. മിസ്സിങ്ങും ടീച്ചർ ഗ്രേഡ് ചെയ്യാതെ നിങ്ങൾക്ക് തിരിച്ചയച്ചിരിക്കുന്ന വർക്കുകളാണ്. എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന വർക്കുകളാണ്. അത് ടീച്ചർ റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ എൻ്റർ ചെയ്യാം.
ഇവിടെ ക്ലാസ് വർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ 2 വർക്കാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 2 വർക്കുകൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് നിങ്ങളുടെ മെറ്റീരിയൽ ആണ്, ഇത് വർക്കാണ്, ഇതും വർക്കാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലാണ്. വർക്കാണ് അപ്കമിങ് എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോയിൽ വരിക. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത് നമുക്ക് വർക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഡ്യൂ ഡേറ്റ് ഇവിടെ നോക്കിയാൽ കാണാം, ജൂൺ 23 4 PM. അതിന് മുൻപ് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യണം. അതിന് മുൻപ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡ്യൂ ഡേറ്റിന് മുൻപ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ലേറ്റ് സബ്മിഷൻ എന്നുള്ള മെസ്സേജ് ഇല്ലാതെ ടീച്ചർക്ക് അത് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലേറ്റ് സബ്മിഷൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ അയച്ചു തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ, അതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഏതാണോ ആൻസർ, ആ ആൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അയക്കാം. ഇതിപ്പോൾ ടീച്ചർ മൾട്ടിപ്പിൾ ചോയ്സ് അയച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. ഇപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾ ടേൺ ചെയ്യുന്നു. ഇത് കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ഗ്രേഡ് അയച്ചു തരും. തെറ്റുത്തരമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടീച്ചർ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ റിട്ടേൺഡ് വർക്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഓക്കെ, ടേൺ ചെയ്യുന്നു. ഒരിക്കൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ റിട്ടേൺ ചെയ്യാതെ നിങ്ങൾക്കത് റീ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. റീ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഇല്ല. അപ്പോൾ അത് ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കൺസേൺ ടീച്ചർ അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. അപ്പോൾ കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് അതിനനുസരിച്ച് ഇട്ട് തരും. ഇനി അതിൻ്റെ താഴെ ഇത് സ്റ്റഡി മെറ്റീരിയലാണ്. സോ ടീച്ചർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇവിടെ വായിച്ച് നമുക്ക് കാണാം. ഇൻക്ലൂഡ്സ് ക്ലാസ് റൂം നോട്ട്സ് ഓഫ് ലോസ് ഓഫ് മോഷൻ. ടീച്ചർ തൊട്ട് മുൻപെടുത്ത ക്ലാസ്സിൻ്റെ നോട്ട്സ് ആണിത്. അതിൽ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ടീച്ചർ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ആ ലിങ്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ ഒരു PDF ഫയൽ അയച്ചു തന്നിട്ടുണ്ട്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു PDF ഫയൽ അയച്ചു തന്നിട്ടുണ്ട്. ആ PDF ഫയൽ നിങ്ങളുടെ നോട്ട്സ് ആയിരിക്കും, ആ കൺസേൺഡ് ക്ലാസ്സിൻ്റെ നോട്ട്സ് ആയിരിക്കും. ആ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ മെറ്റീരിയലിൽ ടീച്ചർ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസേൺഡ് വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ടീച്ചേഴ്സ് മെറ്റീരിയലിൽ പല ടൈപ്പ് മെറ്റീരിയൽ, PDF, PPT, പവർ പോയിന്റുകൾ, വീഡിയോസ്, അത്ര മെറ്റീരിയൽസ് അയച്ചു തരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. നൗ ഇതാണ് മെറ്റീരിയൽസ്. അതിൻ്റെ താഴെ ഒരു അസൈൻമെന്റ് കൂടെ തന്നിട്ടുണ്ട്, ഡ്യൂ ഡേറ്റ്. ഈ മെറ്റീരിയൽസിന് ഡ്യൂ ഡേറ്റ് ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അസൈൻമെന്റ്സിന്റെ ഡ്യൂ ഡേറ്റ് ഈ ഒരു പറഞ്ഞ ഡേറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അസൈൻമെന്റ്. റൈറ്റ് എ നോട്ട് ഓൺ ലോസ് ഓഫ് മോഷൻ, മിനിമം 1000 വേർഡ്സ് നീഡഡ്. അപ്പം നമ്മൾ അസൈൻമെന്റ് ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് നോക്കും. അസൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് വരിക. ഇത് മൊബൈലിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ, ഈ സ്ക്രീനിലൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, ഐക്കൺസ് ഒക്കെ സെയിം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കമന്റ്, എന്തെങ്കിലും അസൈൻമെന്റ് ചെയ്ത് ഇവിടെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലാസ് കമന്റ് ആണ്, ക്ലാസ്സിൽ എല്ലാവർക്കും കാണാൻ കഴിയും. പ്രൈവറ്റ് കമന്റ് ആണ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സിന് മാത്രമേ ആ പ്രൈവറ്റ് കമന്റ് കാണാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് തന്നു ആ അസൈൻമെന്റ്. ഇപ്പം നിങ്ങൾ നോട്ട് എഴുതി, അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എഴുതാം. ടൈപ്പ് ചെയ്തിട്ട് എഴുതിയാൽ എല്ലാവർക്കും കാണാൻ കഴിയും. അതല്ല, നിങ്ങളൊരു നോട്ട് ബുക്കിൽ പേന കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ പേന കൊണ്ട് വൃത്തിയായിട്ട് എഴുതിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ഓർ ക്രിയേറ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ ഈ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഈ ഓപ്ഷൻ്റെ താഴെ ഡോക്സ്, സ്ലൈഡ്സ്, ഷീറ്റ്സ്, ഡ്രോയിങ്സ് എന്നൊക്കെ കാണാം. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ആ അസൈൻമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഐ എം ക്രിയേറ്റിംഗ് എ ഗൂഗിൾ ഡോക്സ്. അപ്പോൾ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ആ അസൈൻമെൻറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡ്രൈവിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ അതിവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനേക്കാൾ എളുപ്പം, ഇത് എളുപ്പമല്ല എന്നല്ല പറയുന്നത്, ഇത് കുറച്ചുകൂടെ സമയം കൺസ്യൂം ചെയ്യും നിങ്ങളുടെ. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർക്ക് അത് പോയിക്കോളും. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നിങ്ങൾ ടീച്ചർ അയച്ചു തന്ന ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ വർക്ക് നോട്ട് ബുക്കിൽ എഴുതുക.
എന്നിട്ട് മൊബൈൽ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് അതൊന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ആഡ് ഓർ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം. കമ്പ്യൂട്ടറിലാണെങ്കിലും ഇത് പറ്റും, നിങ്ങളുടെ മൊബൈലാണെങ്കിലും പറ്റും. ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾ ചെയ്ത ആ വർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിലും അറിയാവുന്ന ഒരു സ്ഥലത്ത് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആ അസൈൻമെൻറ്റ് ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഞാൻ ആ PDF ഫയൽ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ടീച്ചർക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ നേരെ ടീച്ചർക്ക് അത് അവിടെ കാണാൻ കഴിയും. ഇത് വളരെ സിമ്പിളാണ്. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ ക്ലാസ് വർക്കുകൾ അപ്ലോഡ് ചെയ്തതിനേക്കാൾ എളുപ്പത്തിൽ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ടേൺ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർക്ക് അത് സെൻഡായി. ഇങ്ങനെയാണ് അസൈൻമെൻറ്റ്സ് നിങ്ങൾ അയക്കേണ്ടത്. അയക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ടീച്ചർക്ക് കിട്ടും. ടീച്ചർ ഐ ഹാവ് സബ്മിറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റ് ടീച്ചർക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നൗ ഇവിടെ പീപ്പിൾ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ആരൊക്കെയുണ്ട് ഈ ക്ലാസ് റൂമിൽ എന്നറിയാൻ പറ്റും. ഇപ്പോൾ ടീച്ചറുടെ പേര് എന്താണോ ആ ടീച്ചറെ നിങ്ങൾക്ക് അവിടെ കാണാം. അതാണ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. സ്ട്രീമിംഗ് വഴി നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ കഴിയും. ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിനോട് മൊത്തത്തിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇവിടെ ചോദിക്കാം. എന്തെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ PDF ഫയൽസോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് വഴി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് വർക്കാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് വർക്കാണ് ഏറ്റവും പ്രധാനം. ക്ലാസ് വർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അസൈൻമെൻറ്റ്സോ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് വളരെ എളുപ്പത്തിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം ടീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.